ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുവൈത്തിലെ പാർക്കുകളിൽ ഏറ്റവും വലുതും അതിമനോഹരവുമായ ഒരു പാർക്കാണ്. കുവൈത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന അൽ ഷഹീദ് പാർക്ക്. ഈ പാർക്കിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വീഡിയോ എടുക്കാനും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടില്ല. ഇന്ന് ഡേറ്റ് 22/1/2026. ഇന്ന് വൈകുന്നേരം കുവൈത്ത് സിറ്റിയിൽ വന്നപ്പോൾ 1 മണിക്കൂർ സമയം കിട്ടി. ആ സമയത്താണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അൽ ഷഹീദ് പാർക്കിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ പാർക്കിന് അൽ ഷഹീദ് എന്ന് പേര് വരാൻ കാരണം നിങ്ങൾക്കറിയാമോ? കുവൈത്ത് എന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. ഇറാഖ് അധിനിവേശകാലത്ത് ഒരുപാട് സ്വദേശികൾ ഇറാഖ് പട്ടാളത്തോട് യുദ്ധം ചെയ്ത് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അൽ ഷഹീദ് എന്ന പാർക്ക് നിർമ്മിച്ചത്. കുവൈത്തിലെ പാർക്കുകളിൽ ഏറ്റവും വലുതും അതിമനോഹരവുമാണ് അൽ ഷഹീദ് പാർക്ക്. കുവൈത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു പാർക്ക് നിലകൊള്ളുന്നുള്ളത്. എവിടെ നോക്കിയാലും ഫോട്ടോ ഫ്രെയിമാണ്. കുവൈത്ത് സിറ്റിയുടെ അതിമനോഹരമായുള്ള ബിൽഡിങ്ങുകളൊക്കെ ഫോട്ടോ ഇവിടെ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ ഒത്തിരി പക്ഷികളും പൂമ്പാറ്റകളും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഊട്ടിയിലൊക്കെ പോയതുപോലെയാണ് ഈ ഒരു പാർക്കിൽ പോയാലുള്ള ഒരു ഫീല്. കുവൈത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടാകാം, എങ്കിലും വരാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പാർക്കിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാർക്കിലോട്ട് വരണം. ഇവിടെ വരാൻ തികച്ചും സൗജന്യമാണ്. ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രത്യേകം എടുത്ത് പറയേണ്ടത് കുവൈത്ത് സിറ്റിയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ പാർക്കിൽ നിന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. എവിടെ നിന്നാലും ഫോട്ടോ ഫ്രെയിമാണ്. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അതിമനോഹരമായിരിക്കും. ഇതിൻ്റെ അകത്ത് 2 മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്റ്റേഡിയങ്ങളും 3-4 ഉണ്ട്. ഒത്തിരി വാട്ടർ ഫൗണ്ടൈനും ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടാൽ പുഴകൾ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതിമനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും, എങ്കിലും വരാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കുവൈത്തിൽ ഒന്നും കാണാനില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു പാർക്ക് തീർച്ചയായും നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഇതിൻ്റെ അകത്ത് അലൗഡല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി അതിന് പെർമിഷൻ എടുത്തിരിക്കണം. സ്റ്റിൽ ഫോട്ടോസ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ മൊബൈലിലൊക്കെ ഇങ്ങനെ വീഡിയോസ് പിടിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കുഴപ്പമില്ല, ക്യാമറയിൽ എടുക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. കൃത്രിമമായിട്ടുള്ള ഒരുപാട് കുന്നുകളും മലകളൊക്കെ ഇതിൻ്റെ അകത്ത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോകാം. ഈ ഭിത്തിയിൽ കാണുന്ന ഫോട്ടോസൊക്കെ കുവൈത്ത് എന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളുടെ ഫോട്ടോസാണ്. അതുപോലെ തന്നെ ഈ ഒരു പാർക്ക് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളൊരു 2-3-4 മണിക്കൂറൊക്കെ സമയം കണ്ടെത്തി വേണം വരാൻ വേണ്ടിയിട്ട്. ഒരറ്റത്തു നിന്നും തുടങ്ങിയാൽ മറ്റേ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാ കാഴ്ചകളും കാണുമ്പോഴേക്കും ആ ഒരു സമയം എടുക്കും. ഈ കാണുന്നതൊക്കെ കുവൈറ്റിലെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചറാണ്. അതിൽ സെൻട്രൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ മസ്ജിദുൽ കബീർ ഉണ്ട്, അതുപോലെ തന്നെ കുവൈറ്റ് ടവർ ഉണ്ട്, കുവൈത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ അൽ-അമറ ടവർ ഉണ്ട്, കുവൈത്ത് സെൻട്രൽ ബാങ്ക് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങിൻ്റെയും മിനിയേച്ചർ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ഏകദേശം 40-ാം നമ്പർ റോഡിൻ്റെ ഭാഗത്തോട്ട് എത്താറായി. 40-ാം നമ്പറിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു തടാകം പോലെയാണ് വാട്ടർ ഫൗണ്ടൈൻ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊരു പുഴ പോലെ തന്നെ അങ്ങ് ദൂരെ ഒഴുകി പോകുന്നുണ്ട്. അങ്ങ് അകലെ കുവൈത്തിലെ കാണാൻ അതിമനോഹരമായ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വലത് സൈഡിൽ പനകളും. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇവിടെ പോയി നിങ്ങൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്വദേശികളെയാണ്. അജ്നബികളും ഉണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും നിങ്ങളിവിടെ വരുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4 മണി 4:30 മണിക്കൊക്കെ വരുന്നതായിരിക്കും കാണാൻ നല്ല ഒരു സീനറിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റും കാണാം, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുവൈത്ത് സിറ്റിയുടെ അതിമനോഹരമായ ലൈറ്റൊക്കെയുള്ള കാഴ്ചകളും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എത്തിയത് ഒരു 3 മണിക്കാണ്. അപ്പോൾ എനിക്കിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ടാ ഒരു പാലവും ഒരു പുഴയും. ഫോട്ടോസൊക്കെ നല്ല ഫ്രെയിമാണ് ഇവിടെ. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുത്തു തരാൻ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ കണ്ടാ അതിമനോഹരമാണ്. പിന്നെ ഒരുപാട് കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വാട്ടർ ഫൗണ്ടൈനും കൂടെ കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് നേരെ മ്യൂസിയത്തിലേക്ക് പോകാം. ഈ വാട്ടർ ഫൗണ്ടൈൻ എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. അതായത് അൽ തിജാരി ടവറിൻ്റെ നേരെ മുന്നിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അൽ തിജാരി ടവറാണ് വരുന്നത്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തെങ്കിൽ നല്ല ലുക്കായിരിക്കും. നല്ല ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ സ്ഥലം കൂടിയാണ്. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കുവൈത്തിലുള്ള ആൾക്കാർ ഇത് വന്ന് കാണണം. ഇത് ഈ വലത് സൈഡിൽ കാണുന്നതൊക്കെ ഒരു പുൽമേടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് എത്തി. അപ്പോൾ ഈ മ്യൂസിയം ഇത് നിൽക്കുന്നുള്ളത് ഷർക്ക് ഭാഗത്താണ്, ഇങ്ങേ തലയിൽ 30-ാം നമ്പറിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ മ്യൂസിയത്തിൽ അങ്ങനെ കൂടുതലൊന്നും കാണാനില്ല. കുവൈത്തിൽ മരുഭൂമിയിൽ വളരുന്ന ചെടികൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ തികച്ചും സൗജന്യമാണ്. ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ സിവിൽ ID ഒന്ന് അവിടെ കൊടുക്കണം. ഒരു സിവിൽ ID നമ്പർ എഴുതി വെക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അകത്തോട്ട് വിടും. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇത് ഈ കാണുന്നതൊക്കെ കുവൈത്തിൽ മരുഭൂമിയിൽ ഏതൊക്കെ ചെടികൾ വളരുന്നുണ്ട് അതൊക്കെയാണ്. പിന്നെ ഇവിടെ മരുഭൂമിയിൽ കാണുന്ന കുറച്ച് പക്ഷികൾ, കഴുകന്, അതുപോലെ തന്നെ ഫാൽക്കൺ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നേരം ഇരുട്ടായി. ബിൽഡിങ്ങിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അൽ തിജാരി ടവറിൻ്റെ ലുക്ക് കണ്ട ഈ ഒരു സമയത്ത് കുവൈത്ത് സിറ്റിയുടെ ഫ്രെയിമാണ് ഈ കാണുന്നത്. ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട ബിൽഡിങ്ങും ഈ ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത് പറ്റുന്നവർ ഒന്ന് പോയി കാണുക. ഓക്കെ, താങ്ക് യു.